കോൺഗ്രസ് നേതാവ് എൻ.എം. വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഈ സഹകരണ ബാങ്കുകളിലെ അഴിമതി വീണ്ടും ചർച്ചാ വിഷയമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കാണ്. അർബൻ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും അതുപോലെ KPCC ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനിലെ അംഗവുമായിരുന്ന DP രാജശേഖരനാണ് നമ്മളോടൊപ്പമുള്ളത്. ഈ ചെയർമാനായി ഈ ബാങ്കിൽ വന്നപ്പോൾ ഈ ക്രമക്കേടിലൂടെ കയറിയ ആൾക്കാർക്കെതിരെ നടപടിയെടുത്തു. അപ്പോഴും ഈ ക്രമക്കേടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ബോർഡിൽ തന്നെ ഞങ്ങൾ എടുത്ത തീരുമാനം അനധികൃതമായിട്ട് ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം 3 അംഗങ്ങളെ നിയമിച്ചു. CEO അടക്കമുള്ളവരുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പാർട്ട് ടൈം സ്വീപ്പറായിട്ട് 2 പേരെ നിയമിച്ചാൽ അത് നിയമിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡല്ല നിയമിച്ചത്. ആ ബോർഡിൻ്റെ കാലഘട്ടത്തിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് നിയമിക്കുന്നത്. അത് പാടില്ല എന്ന് CEO എഴുതി വെച്ചിരുന്നു, റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് JR ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അന്നത്തെ 2 വർഷത്തോളം ഉണ്ടായിരുന്ന ബോർഡ് അത് നടപടിയെടുത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ വന്ന സമയത്ത് അവരെ പിരിച്ചുവിടാൻ അവരടക്കം അതിൻ്റെ അകത്തിൽ നേരത്തെ പരാതി കൊടുത്ത് JRൻ്റെ അടുത്ത് പരാതി കൊടുത്ത 5 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ 5 പേരുടെ പേരിലും നടപടി സ്വീകരിക്കാനും അവരെ പിരിച്ചുവിടാനും തീരുമാനിച്ചു. ഈ അർബൻ ബാങ്കിലാണെങ്കിലും ബത്തേരിയിലെ മറ്റ് 1-2 ബാങ്കുകളിലാണെങ്കിലും ഈ അഴിമതി നടന്നു എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. ആരാണ് ഈ അഴിമതിക്ക് പിന്നിലെ? കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ്. കോൺഗ്രസിലെ നേതാക്കൾ തന്നെയല്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 2 പേരുടെ പേരിൽ ഞങ്ങൾ നടപടി സ്വീകരിച്ചില്ലേ, ആ 2 പേര് പുറത്ത് നിൽക്കുന്നു. ആ 2 പേരെ പാർട്ടി നടപടിയെടുത്ത് പുറത്ത് നിൽക്കുമ്പോഴും ഈ നടപടിയെടുത്ത കക്ഷിയെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായിട്ട് കൊണ്ടുവരുന്നു. ഡോക്ടർ സണ്ണിയെ കൺവീനറായിട്ട് കൊണ്ടുവരുന്നു. ആ സണ്ണി തന്നെ 2023 ഓഗസ്റ്റ് 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ CPM ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതുമാത്രവുമല്ല, മറ്റൊരു സംഭവം, പല CPMൻ്റെ നേതാക്കളെ മക്കൾ ഇവിടെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയുണ്ട്. അല്ല, അപ്പോൾ ഈ ബത്തേരി ബാങ്കിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്? ഉണ്ട്. തീർച്ചയായിട്ടും ഈ സഹകരണ മേഖലയിൽ ഒരു മാഫിയ സംഘമുണ്ട്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ബത്തേരിയിലെ സഹകരണ ബാങ്കുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അന്ന് ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനിലെ അംഗവും ഇപ്പോൾ അർബൻ ബാങ്കിൻ്റെ ചെയർമാനുമായ DP രാജശേഖരൻ പറയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.